ഇങ്ങനെയാവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇതുപോലെ ആക്റ്റീവ് ആയിരുന്ന ഫിഷാണ് ഇപ്പോൾ ഇതുപോലെ സൈഡായി നിൽക്കുന്നത്. ഇതിനെല്ലാം കാരണം ഒറ്റൊരു മഴയാണ്. മഴ മാത്രമല്ല, ഇതായിരുന്നു ഞാൻ ആ ഫിഷിനിട്ട ടാങ്ക്. ഈ ഒരു പ്ലാന്റിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ വേസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി, അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ്. ഈ ടൈമിലാണ് ചെറിയൊരു മഴ പെയ്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ pH അങ്ങോട്ട് മാറി. അതിൽ ഫിഷിന് പണി കിട്ടി. ഫിഷിൻ്റെ ദേഹത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് സ്പോട്ട് കാണാം. അതുപോലെ മെലിഞ്ഞു പോവുകയും ചെയ്തു. അപ്പം നമുക്ക് ഇവനെ റിക്കവർ ചെയ്തെടുക്കണ്ടേ. ഇതെന്താണെന്ന് മനസ്സിലായോ? കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMNO4. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് എൻ്റെ കെമിസ്ട്രി ലെവലാണ്. പക്ഷേ ഇപ്പം ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫാമിലി യൂസ് ചെയ്യുന്നത്. അതിന് കാരണമായത് ഈ ഒരൊറ്റ ഫംഗസ് ആണ്. കാരണം ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻസും ഞാൻ ഈ ഒരു KMNO4 വെച്ച് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ പിന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത ടാങ്കിൽ പണി കിട്ടും. ഇതുപോലെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് KMNO4 ആണ്. ക്ലീനിങ് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫിഷിനെ സേഫ് ആക്കി എടുക്കണം. നടക്കുമോ? നടക്കും. പുതിയ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് ആഡ് ചെയ്യുക. ഇതാണ് മെയിൻ ഐറ്റം. ടാങ്കിൽ ഞാൻ പ്ലാന്റോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, ഫിഷിനെ മാത്രം. ഇങ്ങനെ ഒരു 1 വീക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വാട്ടർ ചേഞ്ചും കല്ലുപ്പും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ യൂസ് ചെയ്ത നെറ്റൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. ഇത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് വേറൊരു ഐറ്റം പിടിക്കാം. KMNO4 കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് മെത്തിലിൻ ബ്ലൂ ഇല്ലേ, ഫിഷിന് വരുന്ന ഫംഗസ് ട്രീറ്റ് ചെയ്യാൻ. ഇതായാലും മതി. ഇതാവുമ്പോൾ എല്ലാ പെറ്റ് ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടാങ്കിലേക്ക് യൂസ് ചെയ്യാം. ഫംഗൽ ഇൻഫെക്ഷൻ മാറാൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം. ഇത് ആഡ് ചെയ്യുന്നതിന് ശേഷമാണ് കല്ലുപ്പ് ആഡ് ചെയ്യുന്നത്. ഫംഗസ് വന്നാൽ നമുക്ക് ഈ ഒരു രീതിയിലും ട്രീറ്റ് ചെയ്യാം.